വേണ്ടി വരുമെന്ന് വിചാരിച്ചു ഞാൻ. നോക്കിയേ, നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കിട്ടുന്ന അതേ വലിപ്പം തന്നെ നമ്മുടെ അവിടെ ബീട്രൂട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ വരും കേട്ടാ. അപ്പം നോക്കിയേ, അപ്പം നോക്കിയേ, പറമ്പിൽ പച്ചക്കറി തൈകളുടെ കടക്കിലായിട്ട് ഇട്ട് കൊടുക്കും കേട്ടാ. കണ്ടോ ഭംഗി, നോക്കിയേ. നോക്കിയേ, നമ്മൾ തീറ്റ കൊണ്ടുവരുമ്പേക്ക് വന്ന് നിൽക്കൂട്ടവരേ. കേട്ടോ, വരുമ്പേക്കും എല്ലാവരും എത്തും. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആയോട്ടാ. ഒരു തോരൻ വെക്കാന്ന് വെച്ചിട്ടേ നമ്മുടെ ചോപ്പ് ചീര നോക്കിയേ. കണ്ടോ ഭംഗി, നോക്കിയേ. ഇത് നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ള തന്നെയാട്ടോ, നമ്മുടെ വീട്ടിൽ തന്നെ മുളച്ച ചീരത്തൈ തന്നെയാട്ടോ ഈ നട്ടിട്ടുള്ളതും ഇപ്പം ഞാൻ ഈ അരിഞ്ഞ് എടുത്തിട്ടുള്ളത്. ഇത്രയും മതി നമുക്ക്. 2 മണി വേണോ? അപ്പോൾ നമ്മുടെ മീന് തീറ്റിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലെന്നേ, എന്ന് രാവിലെ ഇട്ട് കൊടുക്കാറുള്ളതാ. നോക്കിയേ, നമ്മൾ തീറ്റ കൊണ്ടുവരുമ്പേക്ക് വന്ന് നിൽക്കൂട്ടവരേ. കേട്ടോ, വരുമ്പേക്കും എല്ലാവരും എത്തും. ആര് മീൻ തീറ്റിട്ട് കൊടുത്തതിനാണോ സങ്കടം? അമ്മയുടെ കുട്ടികളൊക്കെ ഓടി കളിച്ചോട്ടെ, അവിടെ നല്ല കുട്ടികളായിട്ട് കളിച്ചോളൂ കേട്ടാ. നിങ്ങൾ ആ ചീരത്തില്ലേ എല്ലാവരും വേഗം. നമ്മുടെ ബീട്രൂട്ട് പറിക്കാറായിട്ടുണ്ട് കേട്ടോ. അപ്പം അത് പറിക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം എല്ലാം പറിക്കാറായിട്ടില്ല, കുറച്ചെണ്ണൊക്കെ ആയിട്ടുണ്ട്. അത് പറിച്ചെടുക്കാം നമുക്കിന്ന്. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ബീട്രൂട്ട്. അപ്പം നോക്കിയേ, കുറച്ച് ബീട്രൂട്ടൊക്കെ നമുക്ക് മുകളിലേക്ക് നിൽക്കുന്നത് കാണാം. ഈ ഒരെണ്ണമൊക്കെ നോക്കിയേ, നല്ല വലിപ്പമുള്ളത് നോക്കിയേ. കണ്ടോ, കുറച്ച് മണ്ണിങ്ങനെ നീക്കുമ്പോൾ കണ്ണ് കണ്ട. അങ്ങനെ ഒരുവിധം പാകമായിട്ടുള്ള ബീട്രൂട്ടുകൾ മാത്രമായിട്ടോ നമ്മളിന്ന് പറിച്ചെടുക്കണത്. നമ്മളിതാ പുറത്തേക്ക് കാണുന്ന വലിപ്പമുള്ളത് മാത്രമായിട്ടോ ഇപ്പോൾ പറിച്ചെടുക്കണേ. കണ്ടോ, കൈക്കോട്ടൊക്കെ വേണ്ടി വരുമെന്ന് വിചാരിച്ചു ഞാൻ. നോക്കിയേ, ഈ ഉണങ്ങിയാലേക്ക് ഒന്ന് കളയട്ടെ. അപ്പം നോക്കിയേ, നമ്മുടെ ബീട്രൂട്ടുണ്ട് വലിപ്പം നോക്ക്. കണ്ട, എൻ്റെ കയ്യിൽ പിടിക്കുമ്പോൾ കണ്ട, അതെ നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കിട്ടുന്ന അതേ വലിപ്പം തന്നെ നമ്മുടെ അവിടെ ബീട്രൂട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ വരും കേട്ടാ. അല്ല, ബീട്രൂട്ട് ഉണ്ടാക്കുമ്പോഴല്ല, ബീട്രൂട്ട് നട്ട് കഴിഞ്ഞാൽ കിട്ടൂട്ട് എങ്ങനെ. കണ്ടോ, അപ്പം നമുക്ക് ബാക്കിയുള്ളതും കൂടി പറിച്ചെടുക്കാം. എന്ത് ഭംഗിയല്ലേ. ഇനി അടുത്തത് ഇവിടെ ഒരാൾ പറിക്കാറായിട്ടുണ്ട്. ഇതിലിപ്പോൾ 2 എണ്ണമൊക്കെ ഉണ്ട്. കണ്ടോ, അതിൽ 3 എണ്ണം ഉണ്ട്. ശരിക്കും നമുക്കില്ലേ, ഒരാളും കൂടി ഉണ്ടല്ലോ, 4 പേരുണ്ട് കേട്ടോ ഇതിൽ. നമുക്ക് ശരിക്കില്ലേ മഴ ഇടയിലൊരു 3 ദിവസം നമുക്ക് മഴ കിട്ടി. ഈ ഒരു മഴ കിട്ടിയില്ലെങ്കിലേ ഇപ്പം ഞാൻ മുന്നേ പറിച്ച് ഇതേപോലെ തന്നെ ആയേനെ. കാരണം ചില ഭാഗത്ത് വെള്ളം ഒന്ന് കൂടുതൽ നിന്ന കാരണം, അല്ലെങ്കിൽ നല്ല
എല്ലാം അത് ഓരോ പോലെ ഉള്ളത് കിട്ടിയാണ് കേട്ടാ. അപ്പോൾ ഇതാ ഇത് നോക്കിയേ, ഇത് പറിക്കാം. വലിപ്പുണ്ട്, നല്ല വലിപ്പുണ്ട് കണ്ട. ഇനിതാ എന്ത് രസാ. എന്ത് രസം അങ്ങനെ പറിച്ചെടുക്കുമ്പോളേ. തൊടുമ്പിക്ക് ഇങ്ങോട്ട് പോകണ്ട കേട്ടാ. കണ്ടോ? അപ്പം നോക്കിയേ, നമ്മളിതാ ഇത്രയും ബീട്രൂട്ടാട്ടോ പറിച്ചെടുത്തത്. ശരിക്കും കാണാനുള്ള ഭംഗി നോക്കിയാൽ ഞാൻ കുറച്ചെടുത്തിരിക്കണേ കാട്ടിത്തരാം. കണ്ടോ ഈ ഒരു ഭംഗി നോക്കിയേ. അപ്പോൾ ഈ ബീട്രൂട്ട് തൈയും ക്യാരറ്റ് തൈയും വെച്ച് അതായത് വിത്ത് പാവിട്ടായാലും തൈ മേടിച്ചിട്ടായാലും ഈ തൈയുടെ വലുപ്പതാ. ഇപ്പം നമ്മൾ നോക്കിയേ, ഇവിടെ ദേ രണ്ടാമത് ഇവിടെ ക്യാരറ്റ് തൈ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതേപോലെയാണ് തൈ. ഈ ഒരു തൈയിനെ വളർത്തി കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ നിസ്സാര പണിയല്ല കേട്ടോ. നനയ്ക്കുമ്പോഴൊക്കെ നമ്മൾ അത്രയും ശ്രദ്ധിച്ച്, കാരണം വെള്ളം നന കിട്ടും വേണം, എന്നാൽ ചെടി വീണ് പോവരുത്. അതേപോലെ നല്ല ബുദ്ധിമുട്ടാണ് ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും ഒക്കെ തൈകൾ വളർത്തി വലുതാക്കി കൊണ്ടുവരാൻ, ഇത്തിരി വലുതാവണ വരെ. അത് കഴിഞ്ഞ് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കണ്ടോ, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയോളൂ. ഇനിയിപ്പോൾ ഈ വർഷത്തെ സീസൺ കഴിഞ്ഞു, ഇനിയിപ്പോൾ അടുത്ത വർഷമാണ് നമുക്ക് ഇതൊക്കെ നടാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. നമ്മൾ പിന്നെ ഒരു ചെറുതായിട്ട് ഞങ്ങളൊരു രസത്തിന് ഇവിടെ ഉണ്ടായിരുന്ന ക്യാരറ്റിൻ്റെ വിത്ത് പാവിയിട്ട് അങ്ങനെ ട്രയൽ പാവി വെച്ചു. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ നട്ടിട്ടുള്ളതാണ്. അത് നമുക്ക് ഉറപ്പില്ല, കാരണം അപ്പോഴേക്ക് മഴക്കാലമാവാം, ഉണ്ടായി കിട്ടാം, ഒന്നും അറിയില്ല. എന്നാലും നട്ടു കൊടുത്തു. കാരണം ക്യാരറ്റിൻ്റെ ഇലയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ മുട്ട ഓംലെറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ ഒന്ന് ഇടുമ്പോഴൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്, അത് കാരണം. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റ് അങ്ങനെ അല്ല, ക്യാരറ്റല്ല, തെറ്റിപ്പോവാണ്, ബീട്രൂട്ട് അങ്ങനെ വിളവെടുത്തു. ഇനിയിപ്പോൾ ഒരു കുറച്ചും കൂടി കട അവിടെ നിർത്തിയിട്ടുണ്ട് നമ്മൾ കേട്ടോ. അതിപ്പോൾ നമ്മൾ പറിക്കണില്ല, അത് കുറച്ചും കൂടി ആവാനുണ്ട്. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിലേ നമ്മുടെ കയ്പ കായ്ക്ക്, അത് പാവയ്ക്ക, കുറേ പേര് പറഞ്ഞു ഇപ്പോൾ ചോദിച്ചതിനോട് ഈ പാവയ്ക്ക തന്നെയാണോ കയ്പയ്ക്ക എന്ന് പറയുന്നത്. അതെ, പാവയ്ക്ക തന്നെയാണ് നമ്മൾ കയ്പയ്ക്ക എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊന്ന് കുറച്ച് കവർ ഇടാണ്ട് അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വീട്ടിൽ പോവാം. അപ്പോൾ ഇതാ നമ്മുടെ ഈ പാവയ്ക്ക നന്നായിട്ട് ഉണ്ടാവണുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പം വരുമ്പോഴേ നമ്മൾ വേഗം കവറിട്ട് കൊടുക്കുക. കാരണം നല്ല നീളമുള്ള പാവയ്ക്ക കയ്പയ്ക്കാണ്. അപ്പോൾ അതും ഒരു 2-3 പൊട്ടിക്കും വേണം.
അപ്പോൾ നമ്മുടെ കയ്പ്പിക്ക് കവറിടൽ കഴിഞ്ഞു. ഇനി നമുക്ക് പൊട്ടിക്കാട്ടാ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല നീളമുള്ള നല്ല കയ്പ്പിക്കാട്ടാ. നോക്കിയേ, കണ്ടോ എന്ത് ഭംഗിയാ കണ്ടാ. അപ്പോൾ ഒരു 3-4 നമുക്ക് പൊട്ടിക്കാൻ. അത് പൊട്ടിച്ചെടുക്കാം. കണ്ടോ, കാണാൻ തന്നെ എന്ത് ഭംഗിയാ. ഈ ഒരെണ്ണം കൂടി പൊട്ടിക്കാം. 5 പൊട്ടിക്കാം. കണ്ടോ, നല്ല ഭംഗിയാട്ടാ. ശരിക്കും ഇതെല്ലാ കവർ കൂടിയിട്ട് കിടക്കുകയാണെങ്കിൽ ചിന്തിക്കാൻ പറ്റില്ല. നമുക്ക് അത്രയും ഭംഗി ആസ്വദിക്കാം. അപ്പം നമുക്ക് ഇതൊക്കെ പൊട്ടിച്ചെടുക്കാട്ടാ. അപ്പം നോക്കിയേ, ഇത്രയും കേൾപ്പിക്കായിട്ട് നമ്മൾ പൊട്ടിച്ചെടുത്തേ. ഇനി നമ്മുടെ ഉള്ളിയായിട്ട് വീട്ടിൽ പോവാം നമുക്ക്. അല്ല, ഉള്ളിയല്ല, നമ്മുടെ ബീട്രൂട്ടായിട്ട് വീട്ടിൽ പോവാം. എളിക്കുട്ടിയെ, അപ്പം ഇനി നമ്മളിതാ ബീട്രൂട്ടും കയ്പ്പയ്ക്കൊക്കെ ആയിട്ട് നമുക്ക് വീട്ടിൽ പോവാട്ടാ. നോക്കിയേ, നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് പുല്ല് കൊടുക്കും. അത് അവരുടെ എന്താ പറയുക, അവർക്ക് എന്നും പുല്ല് കൊടുക്കണം നല്ലതാട്ടാ. വയറുവേദന എടുക്കുക അങ്ങനെയൊക്കെ എന്തായാലും ഇവർക്ക് എല്ലാ ദിവസവും ഉണ്ടാവും എന്നാണ് പറയണം. നമുക്കറിയില്ല. അപ്പം അത് കണ്ടിട്ട് നമ്മുടെ ഒരാൾ പറഞ്ഞതാണ്. നമുക്കിവിടെ നന്നായിട്ട് ചവറ് പൊടിയും. നമുക്കിവിടെ ഒരു മാവുണ്ട്. ഒരു മാവിലട്ടോ, 3 മാവാണ് നമുക്ക് നിൽക്കുന്നത്. ഇതുമേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിട്ട് ഭംഗിയാണെന്നറിയോ, തൊലിയേപ്പം മാങ്ങ എന്ന് പറയും. തൊലി കയ്ക്കും, പക്ഷെ പഴുത്തതിന് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നിറച്ച് കണ്ണിമാങ്ങകളും അതേപോലെ മാവ് പൂത്തിട്ടുള്ളതും നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ മേലൊക്കെ അതിൻ്റെ പശയൊക്കെ ഇവിടെ വന്ന് കിടക്കുമ്പോൾ ഇതേ കല്യാണിയുടെ എല്ലാവരും മേലായിട്ടുണ്ട് കേട്ടോ പശ. എങ്ങനെ കളയാ പശ. ഓരോ പട്ട വരുമ്പോഴേ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ പണിയായിട്ടൊക്കെ ആവുമ്പം പട്ട ഇതൊക്കെ ഇങ്ങനെ ചീന്തിരിക്കും. ഇതാ ഇത് ഞാൻ അടിച്ചു വരുന്നില്ല കേട്ടോ, അവിടെ ഇട്ടുണ്ട്. ബോൾട്ട് വന്നീങ്ങ കല്യാണിക്ക് കാവുമ്പം പട്ട അവിടെ ഇട്ടുണ്ട്. കളിച്ച ഞാൻ കൊണ്ടുപോകണില്ല കേട്ടാ. ഇതിൽ അടിച്ചു വരാൻ ചവറ് നമ്മൾ സാധാരണ ഞാൻ ചെയ്യാറുള്ള പോലെ തന്നെ നമ്മുടെ പറമ്പിൽ പച്ചക്കറി തൈകളുടെ കടക്കിലായിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ.
വരട്ടെ, നല്ല കുട്ടികളായിട്ട് നിൽക്കട്ടാ. ഞാൻ നമ്മുടെ ഈ പറമ്പിലേക്ക് തന്നെ പോന്നു കേട്ടാ. ഞാൻ നമ്മുടെ ബീട്രൂട്ട് പറിക്കാൻ വന്നേക്കാളും മുന്നേ നമ്മുടെ ഈ ചോളം കണ്ട. അപ്പം അതെല്ലാം കഴിഞ്ഞു. കിളികൾക്ക് തിന്നാനുള്ളതും അവരുടെയും തീറ്റ കഴിഞ്ഞു. അപ്പോൾ ഇത് വലിച്ച് കളഞ്ഞിട്ടാണ് ബീട്രൂട്ട് പറിച്ച് പോകണമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ അത് ചെയ്തില്ല. ഇതിപ്പോൾ എന്നിട്ടാണെങ്കിൽ ഷായിട്ട് ഒരു ടൈമിൽ ഓടി വരും, ഒന്നുകൂടെ കളച്ച് വൃത്തിയാക്കാന്ന് വെച്ചിട്ട്. അപ്പോൾ ആ സമയത്ത് ഇതിവിടെ നിൽക്കുമ്പോൾ ഷായിട്ട് ഇതും ചെയ്യണം, കളയ്ക്കും വേണം, രണ്ടും കൂടി ആകുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വേഗം ചെയ്തിടേ. അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കി എടുത്താട്ടെ. ഇവിടെ വലിക്കാൻ പറ്റുമോ നോക്കട്ടെ. വലിക്കാൻ പറ്റുന്നുണ്ട്. വലിക്കാൻ പറ്റണത് വലിക്കും, അല്ലാത്തത് നമുക്ക് വെട്ടുവെത്തുകൊണ്ട് വെട്ടാം. വെട്ടുവെത്തുകൊണ്ട് വെട്ടാം സുഖട്ടെ. അപ്പോൾ നമ്മുടെ ചോളം നല്ല പൊതിച്ചോളാണ് എഴുന്നൂറ്റത്തിലത്തെ. നമുക്ക് കുറച്ചൊക്കെ കിട്ടുള്ളൂ, ബാക്കിയൊക്കെ നമ്മുടെ അണ്ണാമാരൊക്കെ കൊണ്ടുപോയത് തത്തകൾ. അവരുടെ പേര് എല്ലാത്തിനും പറയണം, കാരണം പാവങ്ങൾ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ തത്തകളാ. ഇവിടെ തെങ്ങും തോപ്പാണേ, അവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കും. ഇനി ഞാൻ വീട്ടിൽ പോവാട്ടാ. അയ്യോ, വീട്ടിൽ പോണേക്കാളും മുന്നേ നമ്മുടെ ഒരു പപ്പായ പഴുത്തുകിട്ടത് പൊട്ടിക്കിട്ട നല്ല ടേസ്റ്റാണ്. കഴിഞ്ഞ വർഷം നിൽക്കണ പപ്പയാ, ഇപ്പോഴത് നിറച്ച് കായായി. അപ്പോൾ അതിൽ ഫസ്റ്റ് ഉണ്ടായതാട്ടെ ചെറിയൊരു പപ്പ. ഇത് കായ നല്ല വലിപ്പമുള്ള കായാണ്, പക്ഷെ ഫസ്റ്റ് ഉണ്ടായ പപ്പായ ഇത് ഇത്രേ ഉള്ളൂ. പക്ഷെ ഇത് ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചെത്തി കാട്ടി തരാട്ടാ. ഇതിൻ്റെ ഉള്ളിലില്ലേ കുരു ഉണ്ടാവില്ലേ, ഇത് ഫുള്ള് മാംസമായിരിക്കും, മാംസളം ആയിരിക്കും. അപ്പോൾ ഞാനിത് ചെത്തി കാട്ടി തരും ചെയ്യാം. ഇനിയുള്ളതൊക്കെ നല്ല വലിപ്പത്തിൽ വരുന്നുണ്ട്. അപ്പം ഇനി വീട്ടിൽ പോട്ടെ. പേളിക്കുട്ടി വായോ. പിന്നെ നോക്കിയേ, നമ്മുടെ തത്തകളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ചോളം അപ്പലെ വാഴപ്പഴം ഒക്കെ തിന്നാൻ കൊടുക്കുന്നുണ്ട്. അതൊന്നും പോരാണ്ട് നമ്മുടെ അവിടെ മുളക് തത്തകൾ തിന്നപ്പോൾ ഞാനവിടെ നമ്മുടെ ഗിൽറ്റ് പേപ്പർ ഇട്ടു, ഗിൽറ്റ് അരഞ്ഞ്. ഇപ്പോൾ ദാ ഇവിടെ വന്ന് പെട്ടിട്ടുണ്ട് കേട്ടാ. ഇത് ഭാസ്കര മുളക് തന്നെ. അതെ, നോക്കി തിന്നിട്ട് നോക്കണവർ. അവർക്ക് നമ്മൾ എന്തൊക്കെ വെച്ച് പിടിപ്പിക്കണു എല്ലാത്തിൻ്റെയും ടേസ്റ്റ് അവർക്ക് അറിയണം. കയ്പക്കായ കിട്ടിയപ്പോൾ പിന്നെ അപ്പം തന്നെ വയ്ക്കാൻ തോന്നുക. പൊട്ടിച്ച് കൊണ്ടിട്ട് വയ്ക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് എക്സ്ട്രാ കൂടുതലുള്ള പോലെ തോന്നാറുണ്ട്. പിന്നെ നമ്മുടെ കയ്പക്കായ കുറച്ച് വാട്ടാൻ വേണ്ടിയിട്ട് ഇതായിട്ടില്ല ചേമ്പല് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നോക്കി നമ്മുടെ കയ്പക്കായ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്ന് ആവി കയറ്റാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഒന്ന് ആവി വരുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെയിലത്തിട്ട് ഉണക്കിയെടുക്കും. എൻ്റെ ഇടിക്കല്ല് പലരും ചോദിക്കാറുണ്ട്. ഞാൻ ആദ്യം വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇടിക്കല്ല് എവിടെ നിന്ന് മേടിച്ച് എത്ര പൈസ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് പലപ്പോഴും കമൻറ്റ് വരുന്നുണ്ട്. ഈ ഇടിക്കല്ല് നമ്മുടെ ഇവിടെ ഒല്ലൂർ ഒരു ചെമ്മട്ടിന്ന് കൊണ്ട് കടയുണ്ട്, അവിടെ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. ഇതിന് പൈസ വന്നിട്ടുള്ളത് 750 രൂപ. ഇതിന് പൈസ കുറവുള്ളതുകൊണ്ട് കൂടിയ ടൈപ്പുണ്ട് കേട്ടോ. അവിടെ വെളിച്ചെണ്ണ ചൂടായിലേക്ക് നമ്മൾ ചതച്ച ഉള്ളിയും വേപ്പിലിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കൊത്തിപ്പൊടി മുളക് കേട്ടോ. നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കയ്പക്കായ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ശ്രദ്ധിച്ചിട്ട് ഉള്ളോട്ടെ, വാടി വരുമ്പോൾ കയ്പയ്ക്ക് കുറയേ. നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മൾ വെള്ളമൊന്നും തീരെ ഒഴിക്കണില്ലല്ലോ. എന്നിട്ട് തന്നെ മാക്സിമം തീ കുറവിൽ തന്നെ വെച്ചിട്ട് വേണ്ട വേവിച്ചെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കയ്പക്കായ്ക്ക്. നോക്കിയേ, നമ്മുടെ കയ്പയ്ക്ക തോരൻ അവിടെ റെഡി ആയിട്ടാണ്. ഞാൻ മൂടി വെച്ചിട്ടുണ്ടെങ്കിലും പല പ്രാവശ്യം, കാരണം നമ്മൾ തീരെ വെള്ളം ഒഴിക്കാണ്ടല്ലേ, അപ്പോൾ പല പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു.
ഇതാ തോരൻ റെഡി. നമ്മുടെ കയ്പക്കായ വാട്ടിയത് ഇതാ ചൂടാറിയിട്ടുണ്ട്. അപ്പം ഇതേപോലത്തെ ഒരു ഇതിലിട്ട് കൊടുക്കണേ. നമ്മുടെ പപ്പായ ഞാൻ പറഞ്ഞില്ലേ ഇത് തൊലി ചെത്തി കാട്ടിത്തരാന്ന് അതിൻ്റെ ഉള്ളിൽ നോക്കിക്കോളൂ കേട്ടാ. കുറച്ചും കൂടി പഴുക്കാട്ടാ. പക്ഷെ ഇവിടെ ഈ ഒരു എന്താ പറയുക പാകമാണ് ഇഷ്ടം. നല്ല കറുകറുന്നതിന് ഇരിക്കുമല്ലോ. നോക്കിയോളൂ കേട്ടോ. നടു മുറിക്കുമ്പോൾ ഭയങ്കര മാംസളമായ പപ്പായ എന്ന് പറയില്ലേ ഞാൻ. എന്താ കണ്ടോ ഇതിൽ കുരു എന്ന് പറയാനായിട്ട് നോക്കിയേ ഒന്നുമില്ല. അത് ഈ ഒരു ചെറുതായിട്ടൊരു ഈ ഒരു ഭാഗത്ത് മാത്രമാണ് 2-3-4 കുരുള്ളത്. ബാക്കിയൊക്കെയും കണ്ട ദേ നോക്കിയേ ഒരു പ്രത്യേക പപ്പായ അത്. അപ്പം ഞാനിതാ 3 ബീട്രൂട്ടായിട്ട് എടുത്തിട്ടുള്ളത്. ബീട്രൂട്ട് തൊലി ചെത്തിക്കൊണ്ടിരിക്കുക എനിക്ക് തോന്നിയത്. നമുക്ക് തൊലി ചെത്തിയിട്ട് അതിലേക്ക് കാട്ടി തരാമല്ലോ എന്നുള്ളത്. കണ്ടോ സാധാരണ ബീട്രൂട്ട് പോലെ തന്നെ കേട്ടോ. നല്ല കളറും കാര്യങ്ങളൊക്കെ ഇട്ടത് കണ്ടോ. അപ്പോൾ ഇതാ ഇത്രയും സാധനങ്ങളാട്ടോ. ബീട്രൂട്ട് കൂടുതലെടുത്തു. പിന്നെ നമ്മൾ എന്താ പറയുക ആപ്പിൾ ഒരെണ്ണെടുത്തിട്ടുള്ളൂ. ചെറുനാരങ്ങയുടെ 2 പകുതി. ഇതാ ഇഞ്ചിയുടെ ഇത്രയും പോകുന്ന കഷ്ണങ്ങൾ. അപ്പോൾ ഇതാ 2 പ്രാവശ്യമായിട്ട് ജാറിലടിക്കാവുന്ന രീതിയിലാട്ടോ ഞാൻ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം കുറച്ച് ബീട്രൂട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ കുറച്ച് ആപ്പിളിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ ചെറുനാരങ്ങയുടെ ഒരു കഷ്ണം ഇട്ടു. ഇഞ്ചിയുടെ ഇതാ ഇത്രയും പോകുന്ന പീസ് ഇട്ടു. പിന്നെ ഇതാ കുറച്ചും കൂടിയും ബീട്രൂട്ട് ഇട്ടു. പിന്നെ നമുക്കതിലേക്ക് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. 1 ഗ്ലാസിൻ്റെ അടുത്തേക്ക് തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നോക്കിയേ ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് അടിച്ചെടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഇതിലും നമ്മൾ ഒഴിച്ചിട്ടാട്ടോ അടിച്ചെടുക്കുക. അപ്പോൾ നോക്കിയേ നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടാ. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇതാ ഗ്ലാസ്സിലേക്ക് പകർത്താം. ഞാനേ ഒഴിച്ചത് ഇങ്ങനത്തെ ഒരു പാത്രത്തിലായ കാരണം അതോട് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ പോവും. അതാണ് ഞാനിങ്ങനെ എടുത്തേട്ടാ. നമ്മൾ സാധാരണ ഗ്ലാസ് കൊണ്ട് 2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നോക്കി അടിച്ച് വരുമ്പോൾ നോക്കിയാൽ 3 പേർക്ക് നന്നായിട്ട് ഉപയോഗിക്കാം. ഇതിലേക്ക് നമുക്ക് 2 ഐസ് ക്യൂബും കൂടി ഇടാം. പിന്നെ ഭംഗിക്ക് വേണമെങ്കിൽ നമുക്ക് 2 മല്ലിയിലേക്ക് വെക്കാട്ടോ. അപ്പോൾ ഇതിന് ഭംഗി കൂടും. അപ്പോൾ ഇതാ നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് റെഡി. പിന്നെ നമുക്ക് കഴിക്കാതിരിക്കാൻ. അപ്പം ഞങ്ങളിതാ ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടാ. സ്മിത പറയുമ്പോഴേ ഞാൻ കഴിക്കലും തുടങ്ങിയിട്ടാ. നമ്മുടെ ഈ പച്ചക്കറിയൊക്കെ കഴിയണ വരെ ഇങ്ങനെ കുറേ ഐറ്റംസുകൾ ഉണ്ടാവും കൂടുതൽ. സമയം കിട്ടുന്നതിനനുസരിച്ച് എണ്ണം കൂട്ടി വെക്കൂട്ടാ. ഇന്നിപ്പോഴത്തെ ഞാൻ ചീരത്തോരനും വെച്ചിട്ടുണ്ടായിരുന്നു. മോര് കാച്ചിയതും കഴിച്ച് വെച്ചിട്ട് പറമ്പിലേക്ക് ഇറങ്ങി. പിന്നെ കയ്പക്കായ കിട്ടിയപ്പോൾ തോന്നി അതൊരു വെളുക്ക് വിട്ടുണ്ടാക്കാൻ തോന്നി. പിന്നെ പപ്പായ കിട്ടിയപ്പോൾ തോന്നി അത് ചെത്തി വയ്ക്കാം. പിന്നെ ബീട്രൂട്ട് നമ്മുടെ അല്ലേ. അപ്പോൾ പിന്നെ ജ്യൂസ് അടിക്കാൻ വെച്ചു. ജ്യൂസ് അടിക്കാൻ വെച്ചാൽ സാധാരണ ഞങ്ങൾ ജ്യൂസ് അടിച്ചിട്ടല്ല കഴിക്കുക. പക്ഷെ ഇത് പറിച്ചോണെന്നല്ല അപ്പം തന്നെ കയ്യോടെ ജ്യൂസ് അടിക്കുമ്പോഴേ കുറെ കൊറ്റം പൂവല്ലോ. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി വെറുതെ ഞങ്ങൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ രാത്രിയിലും അരി ഭക്ഷണം ഒഴിവാക്കും.
എന്നിട്ട് ഇങ്ങനെയുള്ള പച്ചക്കറികളാണ് കൂടുതലും അരിഞ്ഞിട്ട്. അപ്പൊ കൂടുതൽ പച്ചക്കറികളായിരുന്നുണ്ടെങ്കിൽ അതൊക്കെ കൂടി അമ്മേരെ പഴയ ഒരു പാചകം ഉണ്ട്, അതാണ് ചെയ്യാ. ഇവിടുത്തെ അമ്മ അങ്ങനെയായിരുന്നു. ഷായിൻ്റെ അമ്മ എന്ത് പച്ചക്കറി കിട്ടി എല്ലാ പച്ചക്കറി കൂടി കഴിക്കും, പക്ഷെ പ്രത്യേക ടേസ്റ്റാട്ടാ. അപ്പം അങ്ങനെ ഞങ്ങൾ രാത്രിയിലത്തെ മിക്കപ്പോഴും ഫുഡ് അങ്ങനെ ആയിരിക്കും, വെറുതെ കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു പച്ചക്കറിയൊക്കെ ആയിട്ടായിരിക്കും രാത്രിയിൽ കൂടുതൽ കഴിക്കുക. പിന്നെ ഉച്ചയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയുള്ളത് ഉണ്ടെങ്കിൽ അതൊക്കെ രാത്രി അതാണ്. ചോറിന് കഴിയുന്നവരെ കാത്തിരുന്നാലേ നിങ്ങൾ മുഷിയും ജ്യൂസ് കഴിക്കുന്നത് കാണാൻ. അടിപൊളി ജ്യൂസാട്ടത്, നല്ല രസാട്ടാ. ചെറുനാരങ്ങ നീരും ഇഞ്ചിയൊക്കെ ആവുമ്പളേ അത് നമുക്ക് ഇഞ്ചിയോടൊക്കെ കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ അതനുസരിച്ച് ഇഞ്ചി കൂട്ടിയിടാം. ചെറുനാരങ്ങ നീരും ശരിക്കും നമ്മൾ പച്ചവെള്ളം കുടിക്കണ്ട, അതിന് നല്ലത് ഇത്. വെള്ളം കുടിക്കുന്നതിന് പകലക്ക് ഇത് അടിപൊളി. ഇനി നമുക്ക് പയർ നടാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് പണ്ടുണ്ടെങ്കിൽ പയർ നടനേക്കാളും ഒരാഴ്ച മുന്നേ തന്നെ ഈ മണ്ണിൽ കുമ്മായൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കൊത്തിളച്ച് ഇട്ടതാണ്. ഇപ്പോൾ അത് ഷൈഡർ ഇങ്ങനെ തടം പോലെ എടുത്തു വന്നു. അപ്പോൾ 2 തരം പയറാണ് നമ്മൾ നട്ടു കൊടുക്കുന്നിട്ടെന്ന്. അപ്പോൾ നമ്മൾ പയർ നടനേക്കാളും ഒരു അരമണിക്കൂർ മുന്നേ പയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഊറ്റി കളഞ്ഞ് നമുക്ക് എടുക്കാം. ഉണ്ടാ നട്ടു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു വടി വെറുതെ ഇങ്ങനെ കുത്തുക, എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്ത് പോയാൽ മതി. അപ്പോൾ 2 തടം നമ്മുടെ പയർ കുത്തി കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.